വെൽക്കം ടു ക്വാണ്ടം മെക്കാനിക്സ്. ഇന്ന് നമുക്ക് ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ പഠനം യൂസിങ് ഷ്രോഡിംഗർ ഇക്വേഷൻ. ബോർ ആറ്റം മോഡൽ നിങ്ങൾക്ക് പരിചയമുണ്ട്. അവിടെ ചില അസംഷൻസ് ഉപയോഗിച്ചാണ് ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ സ്പെക്ട്രവും കാര്യം എനർജി ലെവലും ഒക്കെ പഠിച്ചിട്ടുള്ളൂ. എന്നാൽ ഷ്രോഡിംഗർ ഇക്വേഷൻ്റെ സക്സസ് എന്ന് പറയുന്നത് ഒരു അസംഷനും ഉപയോഗിക്കാതെ തന്നെ ബോറിൻ്റെ റിസൾട്ടിലെത്തിച്ചേരുന്നു ഷ്രോഡിംഗർ ഇക്വേഷൻ ഉപയോഗിക്കുമ്പോൾ. നമ്മളെ കഥ കാണേണ്ടത് അത് രണ്ട് പോസ്റ്റിംഗ് ആയിട്ടേ നടത്താൻ പറ്റൂ. അതിൽ ഒരു പാർട്ടാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഇതിൻ്റെ ഹൈഡ്രജൻ ആറ്റം തന്നെ നമ്മൾ ഓപ്പറേറ്റർ മെത്തേഡിലും ഒക്കെ പിന്നീട് കാണും. അത് ഈ വെക്ടർ സ്പേസസും ഒക്കെ ചർച്ച ചെയ്ത് വരുന്ന കൂട്ടത്തിൽ ആ രീതിയിലേക്ക് നമ്മൾ മാറും. ആവശ്യമുള്ളവർ സിലബസിൻ്റെ രീതി അനുസരിച്ചും മനസ്സിലാക്കുന്നതിനും ഇത് കണ്ടിരിക്കണം. നമുക്ക് അതൊന്ന് നോക്കാം. ഹൈഡ്രജൻ ആറ്റം അതിൻ്റെ ന്യൂക്ലിയസിൻ്റെ ചാർജ് +Z × എന്നിരിക്കട്ടെ. E is the charge of a proton, Z is the atomic number. ഇലക്ട്രോൺ 6 അകലത്തിലുള്ള ഇലക്ട്രോൺ അതിൻ്റെ ചാർജ് -E. ഇത് രണ്ട് കോർഡിനേറ്റ് സിസ്റ്റത്തിൽ ഡിസ്ക്രൈബ് ചെയ്യാം. കാർട്ടീഷ്യൻ സിസ്റ്റം അനുസരിച്ച് OX, OY, OZ. അപ്പോൾ കോർഡിനേറ്റ്സ് XYZ. മറ്റൊന്ന് സ്ഫെറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റം r, θ, ആറും തീറ്റയും കോൺസ്റ്റൻ്റാ. ആറും ഫൈയും കോൺസ്റ്റൻ്റാക്കി വെച്ചുകൊണ്ട് തീറ്റ നമ്മൾ 0 to 360 ഡിഗ്രി ചേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് 6 റേഡിയസ് ഉള്ളൊരു സർക്കിള് കിട്ടും. അടുത്ത സ്റ്റെപ്പ് ആറും തീറ്റയും കോൺസ്റ്റൻ്റ് ആക്കി വെച്ചു. ഇപ്പോൾ ഒരു സർക്കിൾ കിട്ടി. ഈ ആറും തീറ്റയും കോൺസ്റ്റൻ്റ് ആക്കി വെച്ചുകൊണ്ട് 5 0 to 360 ഡിഗ്രി ചേഞ്ച് ചെയ്താൽ ഈ സർക്കിളിൻ്റെ പ്ലെയിൻ 360 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുന്ന തുല്യം. അപ്പോൾ നമുക്കൊരു സ്ഫിയർ കിട്ടും. അപ്പോൾ ചുരുക്കത്തിൽ സ്ഫെറിക്കൽ സിമെട്രി ഉള്ള സിറ്റുവേഷനിലൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു കോർഡിനേറ്റ് സിസ്റ്റമാണ് സ്ഫെറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റം. അതിൻ്റെ കോർഡിനേറ്റ്സ് r, θ, φ. 6 സാധാരണഗതിയിൽ സ്ഫിയറിൻ്റെ റേഡിയസ് വരും. ഇത് വേരിയേഷൻ കാണിക്കാനുള്ള 3 ഡയമെൻഷൻ കേസ് കാണിക്കാനുള്ള കോർഡിനേറ്റ്സാണ് തീറ്റയും ഫൈയും കൂടെ ചെയ്തപ്പോൾ. ഇതിൽ ഈ സ്ഫെറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റം നമ്മൾ ഡീറ്റെയിൽഡ് സ്റ്റഡി നടത്തും. അതിന് പോസ്റ്റിങ് പുറകെ വരും. ഇനി ഈ ഇലക്ട്രോണിൻ്റെ കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സ് XYZ, സ്ഫെറിക്കൽ കോർഡിനേറ്റ്സ് r, θ, φ അറ്റ് സം ഇൻസ്റ്റൻറ്റ് ഓഫ് ടൈം. ഈ കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സും സ്ഫെറിക്കൽ കോർഡിനേറ്റ്സും തമ്മിലുള്ള കണക്ഷൻ അല്ല ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻസ് x = r sin θ cos φ, y = r sin θ sin φ, z = r cos θ. ഇനി ഡെൽ സ്ക്വയർ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ ഡെൽ സ്ക്വയർ ഈസ് ∂2 × ∂x² + ∂2 + ∂y² + ∂z². ഇതേ ഡെൽ സ്ക്വയർ ഓപ്പറേറ്റർ r, θ, φ കോർഡിനേറ്റ് സിസ്റ്റം സ്ഫെറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ പറയുമ്പോൾ ഡെൽ സ്ക്വയർ = 1/r² ∂∂r ഓഫ് r² ∂∂r + 1/r² sin θ ∂∂θ ഓഫ് sin θ ∂∂θ + 1/r² sin² θ × ∂2/∂φ². ഈ റിസൾട്ട് ഞാൻ സ്ഫെറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റം ചർച്ച ചെയ്യുന്ന കൂട്ടത്തിൽ ഇത് ഡിറൈവ് ചെയ്യും. പക്ഷേ ഡെറിവേഷൻ ആവശ്യമൊന്നുമില്ലെങ്കിലും ഞാൻ ഡിറൈവ് ചെയ്യും. റിസൾട്ട് അറിഞ്ഞിരുന്നാൽ മതി. ഇനി നമുക്ക് 3 ഡയമെൻഷണൽ ഷ്രോഡിംഗർ ഇക്വേഷൻ എന്ന് പറയുന്നത് ഡെൽ സ്ക്വയർ psi = -2μ/h² × E - V psi = 0. ഈ എന്ന് പറയുന്നത് റെഡ്യൂസ്ഡ് മാസ് ഓഫ് ദി ന്യൂക്ലിയസ് ആൻഡ് ദി ഇലക്ട്രോണാണ്. ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺ കറങ്ങുമ്പോൾ ഈ ന്യൂക്ലിയസിനും കറക്കം ഉണ്ടാവും. നമുക്കറിയാം, ഒരു കൊച്ചു പയ്യനെ പിടിച്ച് ഇയൊക്കെ ചുറ്റും കറക്കുമ്പോൾ
അയാൾ ഒരു ചെറിയ സർക്കിളിൽ കറങ്ങും. പയ്യൻ്റെ മാസ് കൂടുന്നതിനനുസരിച്ച് ഇയാളുടെ കറക്കം കൂടിയ സർക്കിൾ റേഡിയസിൽ വരും. അപ്പോൾ ഇത് തമ്മിലുള്ള കണക്ഷൻ മൂലം, കൊളംബിയൻ ഫോഴ്സ് മൂലം ഈ ന്യൂക്ലിയസും കറങ്ങുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ ഓഫ് മാസ് പ്രശ്നമായിട്ട് പോയിൻ്റായിട്ട് എടുക്കണം. ഇനി റെഡ്യൂസ്ഡ് മാസിൻ്റെ മാസിൻ്റെ സ്ഥാനത്ത് റെഡ്യൂസ്ഡ് മാസ് എടുക്കണം. സിസ്റ്റം ഒന്നിച്ചെടുക്കുമ്പോൾ റെഡ്യൂസ്ഡ് മാസ് ഞാൻ നേരത്തെ ചർച്ച ചെയ്തിട്ടുണ്ട്. mu equals m1 m2 by m1 plus m2, where m1 is the mass of the nucleus and m2 is the mass of the electron. E is the total energy, V is the potential energy of the hydrogen atom. Psi is the wave function. Let it be equation 1. നമുക്ക് ഈ പോളാർ കോർഡിനേറ്റ്, സ്ഫെറിക്കൽ പോളാർ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ ഡെൽ സ്ക്വയർ ഇവിടെ ഉപയോഗിക്കുക. അപ്പോൾ അതിനുവേണ്ടി മെത്തേഡ് ഓഫ് സെപ്പറേഷൻ ഓഫ് വേരിയബിൾസ് നമ്മൾ നേരത്തെ കഴിഞ്ഞ പോസ്റ്റിങ്ങിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ആർ തീറ്റ ഫൈ മൂന്നും കൂടെ വരുന്നത് കൊണ്ട് ഇതിനെ 3 ഫങ്ഷൻസായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. ഫങ്ഷൻ ക്യാപിറ്റൽ ആർ വിച്ച് ഈസ് എ ഫങ്ഷൻ ഓഫ് സ്മോൾ ആർ, അനദർ ഫങ്ഷൻ വിച്ച് ഈസ് എ ഫങ്ഷൻ ഓഫ് തീറ്റ, അനദർ വൺ എ ഫങ്ഷൻ ഓഫ് ഫൈ ഓൺലി. അപ്പോൾ let psi r theta phi equals r f into g. This is equation number 2. ഇതെടുത്ത് ഇക്വേഷൻ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ 1/r² ഇൻറ്റു ഡോ ബൈ ഡോ ആർ ഓഫ് r² ഇൻറ്റു ഡോ ബൈ ഡോ ആർ ആർ കൊണ്ടുള്ള ഡെറിവേറ്റീവ് അവിടെ വരേണ്ടത്. അപ്പോൾ ഇത് രണ്ടും അങ്ങ് കോൺസ്റ്റൻ്റ് ആയിട്ട് എടുക്കണം. അപ്പോൾ എഫ് ജി ഇൻറ്റു ഡോ ആർ ബൈ ഡോ ആർ പ്ലസ് സെക്കൻഡ് 1/r² സൈൻ തീറ്റ ഇൻറ്റു ഡോ ബൈ ഡോ തീറ്റ. തീറ്റ മാത്രമാണ് ഇവിടെ വേരിയബിളായിട്ട് വരുന്നത്. അപ്പോൾ ആറും ജിയും കോൺസ്റ്റൻസ് ആയിട്ട് വരും. അപ്പോൾ ഈ ഡിഫറൻഷ്യൽ ചെയ്യുന്ന ആർ ജി പുറത്ത് വരും. അപ്പോൾ സൈൻ തീറ്റ ഇൻറ്റു ആർ ജി ഇൻറ്റു ഡോ എഫ് ബൈ ഡോ തീറ്റ പ്ലസ് 1/r² സൈൻ സ്ക്വയർ തീറ്റ ഇൻറ്റു മൂന്നാമത് വരുന്ന ഫൈയുടെ ഡെറിവേറ്റീവാണ്. അപ്പോൾ അത് ജി മാത്രമേ വേരിയബിളായിട്ട് വരത്തുള്ളൂ. ആറും എഫും കോൺസ്റ്റൻ്റ് ആയിട്ട് വരും. ഇപ്പോൾ ആർ എഫ് ഇൻറ്റു ഡോ സ്ക്വയർ ജി ബൈ ഡോ ഫൈ സ്ക്വയർ, ഇവിടെ ഫൈ സ്ക്വയർ ഉണ്ട്, ഈക്വൽസ് -2 mu ബൈ എച്ച് കട്ട് സ്ക്വയർ. എച്ച് കട്ട് ഈസ് എച്ച് ബൈ 2π. എച്ച് കട്ട് സ്ക്വയർ ഇൻറ്റു ഇ മൈനസ് വി ഇൻറ്റു psi is r into f into g. ഈ ആർ എഫ് ജി കൊണ്ട് ഇനി അങ്ങ് ഡിവൈഡ് ചെയ്യുക. ആർ ഇൻറ്റു എഫ് ഇൻറ്റു ജി കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1/, ഈ എഫ് ജി അങ്ങ് ക്യാൻസൽ ചെയ്യും. പോയിട്ട് 1/r² ഇൻറ്റു ക്യാപിറ്റൽ ആർ. ഈ ടോട്ടൽ ഡെറിവേറ്റീവ് ആയിട്ട് ഇവിടെ എടുക്കാം. കാരണം ഓരോന്നും അത് സിംഗിൾ വേരിയബിളിൻ്റെ ഫങ്ഷനാണ്. അപ്പോൾ പാർഷ്യൽ ഡെറിവേറ്റീവ് നമുക്ക് ടോട്ടൽ ഡെറിവേറ്റീവ് ആയിട്ട് എടുക്കാം. അപ്പോൾ ഇവിടെ എഫ് ജി ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 1/r വരും. ഇപ്പോൾ 1/r² ഇൻറ്റു 1r ഇൻറ്റു ഡി ബൈ ഡി ആർ ഓഫ് r² ഇൻറ്റു ഡി ആർ ബൈ ഡി ആർ. കാരണം ഇത് ആറിൻ്റെ മാത്രം ഫങ്ഷൻ ആയതുകൊണ്ട് ടോട്ടൽ ഡെറിവേറ്റീവ് ആയിട്ട് എടുത്തിരിക്കുന്നത്. പ്ലസ് 1/r² ഇൻറ്റു ആർ എഫ് ജി കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ സെക്കൻഡ് ടൈമിൽ ഈ ആർ ജി പോയി കഴിഞ്ഞാൽ 1/f വരും. അപ്പോൾ 1/r² എഫ് സൈൻ തീറ്റ ഇൻറ്റു ഡി ബൈ ഡി തീറ്റ ഓഫ് സൈൻ തീറ്റ ഡി എഫ് ബൈ ഡി തീറ്റ പ്ലസ് 1/r² ജി. ഇവിടെ ആർ ജി ക്യാൻസൽ ചെയ്ത് തേർഡ് ടൈമിൽ ആർ എഫ് ക്യാൻസൽ ചെയ്ത് പോയിട്ട് ആർ എഫ് ജി കൊണ്ടല്ലേ ഡിവൈഡ് ചെയ്യുന്നത്. പോയിട്ട് 1/r² ജി സൈൻ സ്ക്വയർ തീറ്റ ഇൻറ്റു ഡോ സ്ക്വയർ ജി ബൈ ഡി സ്ക്വയർ ജി ബൈ ഡി എഫ് ഫൈ സ്ക്വയർ ഈക്വൽസ് -2 mu ബൈ എച്ച് കട്ട് സ്ക്വയർ ഇൻറ്റു ഇ മൈനസ് വി. കാരണം ആർ എഫ് ജി കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അതിന് പോകുള്ളൂ. ഈ ഇക്വേഷനെ r² സൈൻ സ്ക്വയർ തീറ്റ കൊണ്ടങ്ങ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇക്വേഷനെ മൊത്തം r² സൈൻ സ്ക്വയർ തീറ്റ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഈ ടേം ലെഫ്റ്റ് സൈഡിലെ തേർഡ് ടേം ഫൈയുടെ മാത്രം ഒരു ഫങ്ഷനായിട്ട് മാറുക. r² സൈൻ സ്ക്വയർ തീറ്റ കൊണ്ട് മൊത്തം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടുത്തെ r² സൈൻ സ്ക്വയർ തീറ്റ പോയിട്ട് അപ്പോൾ ഇഫ് വി മൾട്ടിപ്ലൈ ദിസ് ഇക്വേഷൻ ബൈ r² സൈൻ സ്ക്വയർ തീറ്റ, ദി തേർഡ് ടേം ഓൺ ദി ലെഫ്റ്റ് ഹാൻഡ് സൈഡ് വിൽ ബിക്കം എ ഫങ്ഷൻ ഓഫ് ഫൈ ഓൺലി, ദറ്റ് ഈസ് 1/g.
into d square g by d phi square. Transferring this term to the right hand side and all others to the left. R square sin square theta കൊണ്ട് മൊത്തം മൾട്ടിപ്ലൈ ചെയ്യുകയും ഈ ടേം അതിൽ നിന്നും വരുന്ന ഈ ടേം റൈറ്റ് സൈഡിലോട്ട് മാറ്റുന്നു. റൈറ്റ് സൈഡിൽ കിടക്കുന്ന ബാക്കി ഈ ടേം ലെഫ്റ്റിലോട്ടും കൊണ്ടുവന്ന് എഴുതി കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് ആർ സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ കൊണ്ട് മൾട്ടിപ്ലൈന് ശേഷമായി ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കിട്ടുന്നത് സൈൻ സ്ക്വയർ തീറ്റ ബൈ ക്യാപിറ്റൽ ആർ ഇൻറ്റു ഡി ബൈ ഡി ആർ ഓഫ് ആർ സ്ക്വയർ ഡി ആർ ബൈ ഡി ആർ പ്ലസ് സൈൻ തീറ്റ ബൈ എഫ് d by d theta of sin theta df by d theta plus 2 mu by h cut square r square sin square theta into e minus v equals minus 1 by g d square g by d phi square. Left side ഈ ഇക്വേഷൻ്റെ ലെഫ്റ്റ് സൈഡിൽ ആറും തീറ്റയും മാത്രമാണ് വരുന്നത്. റൈറ്റ് സൈഡിൽ ഫൈയുടെ ഫങ്ഷൻ മാത്രമാണ് വരുന്നത്. അപ്പോൾ സിൻസ് ദി എൽ എച്ച് എസ് ഡിപ്പെൻഡ്സ് ഓൺ ആർ ആൻഡ് തീറ്റ ആൻഡ് ദി ആർ എച്ച് എസ് ഈസ് എ ഫങ്ഷൻ ഓഫ് ഫൈ ഓൺലി, ദിസ് ഇക്വേഷൻ ക്യാൻ ബി സാറ്റിസ്ഫൈഡ് ഓൺലി ഇഫ് ഈച്ച് സൈഡ് ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ്, സേ എം എൽ സ്ക്വയർ എന്നിരിക്കട്ടെ. ഇത് നമ്മൾ വേരിയബിൾ മെത്തേഡ് ഓഫ് വേരിയബിൾ സെപ്പറേഷനകത്ത് കണ്ടതാണ്. അപ്പോൾ ഇതിൽ ഈ റൈറ്റ് സൈഡിലെ ടേം മാത്രം എടുക്കുന്നു. അപ്പോൾ ഈ ടേമും എം എൽ സ്ക്വയർ എന്ന് എഴുതാം, ഈ ലെഫ്റ്റ് സൈഡും ഈക്വൽ ടു എം എൽ സ്ക്വയർ എന്ന് എഴുതാം. അത് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. ഇപ്പോൾ റൈറ്റ് സൈഡിലെ ടേം -1 ബൈ ജി ഇൻറ്റു ഡി സ്ക്വയർ ജി ബൈ ഡി ഫൈ സ്ക്വയർ ഈക്വൽസ് എം എൽ സ്ക്വയർ ഓർ ഡി സ്ക്വയർ ജി ബൈ ഡി ഫൈ സ്ക്വയർ പ്ലസ് എം എൽ സ്ക്വയർ ജി ഈക്വൽ 0 എന്ന് കിട്ടും. ഇത് നമുക്ക് പരിചയമുള്ള സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷനാണ്. സിമ്പിൾ ഹാർമോണിക് മോഷനകത്തൊക്കെ വരുന്നതാണ്. ഇതിൻ്റെ ജനറൽ സൊല്യൂഷൻ ഒരു എക്സ്പോണൻഷ്യൽ ഫങ്ഷനായിട്ട് വരും. സൊല്യൂഷൻ ഇതിൻ്റെ നമുക്ക് നേരിട്ട് എഴുതാം. ജി ഈക്വൽസ് ഇ റൈസ് ടു ഐ എം എൽ ഫൈ വേർ ഐ ഈസ് റൂട്ട് ഓഫ് -1. ഇതിനകത്ത് സൈനും കോസും ഒക്കെ വരും. നിങ്ങൾ സിമ്പിൾ ഹാർമോണിക് മോഷനകത്ത് പഠിച്ച കേസ്. ലെറ്റ് ഇറ്റ് ബി ഇക്വേഷൻ നമ്പർ 5. ഇനി ക്വാണ്ടം മെക്കാനിക്സിലെ ഒരു പോസ്റ്റലേറ്റ് അനുസരിച്ച് ഇപ്പോൾ ജനറൽ വേവ് ഫങ്ഷൻ സൈ ആണ്, അതിൻ്റെ ഒരു പാർട്ടായി ജി. ക്വാണ്ടം മെക്കാനിക്സിൻ്റെ ഒരു പോസ്റ്റലേറ്റ് വേവ് ഫങ്ഷൻ കണ്ടിന്യൂസ് ആയിരിക്കണം. അങ്ങനെ കണ്ടിന്യൂസ് ആയിരിക്കണമെങ്കിൽ ഇവിടെ ഇപ്പോൾ സൈനും കോസുമാണ്. തീർച്ചയായിട്ടും സൈനോ കോസോ എന്തെങ്കിലും വരണം. ദാറ്റ് മസ്റ്റ് ബി എ പീരിയോഡിക് ഫങ്ഷൻ ഓഫ് ഫൈ വിത്ത് എ പീരിയഡ് 2π. അപ്പോൾ അക്കോർഡിംഗ് ടു എ പോസ്റ്റലേറ്റ് ഓഫ് ക്വാണ്ടം മെക്കാനിക്സ്, അത് ഞാൻ നേരത്തെ BSc ക്വാണ്ടം മെക്കാനിക്സ് പ്ലേലിസ്റ്റോ വല്ലതും നോക്കി കാണാൻ ശ്രമിക്കുക. ഞാൻ കഴിഞ്ഞ പോസ്റ്റിങ്ങിലും അത് പറഞ്ഞതാണ്. അക്കോർഡിംഗ് ടു പോസ്റ്റലേറ്റ് ജി must be continuous, which requires that G must be periodic in the angle phi with period 2π. നമുക്കറിയാം സൈനും കോസും ഒക്കെ പീരീഡ് 2π ആണല്ലോ. അപ്പോൾ നമുക്ക് അതിൻ്റെ അർത്ഥം ജി ഫൈ പ്ലസ് 2π ദാറ്റ് മസ്റ്റ് ബി ഈക്വൽ ടു ജി ഫൈ ഇറ്റ് സെൽഫ്. ഓരോ 2π കൂട്ടുമ്പോഴും ഫങ്ഷൻ പഴയത് തന്നെ കിട്ടണം. ഇത്തരത്തിൽ ഇക്വേഷൻ 5 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇക്വേഷൻ 5 ആദ്യം ഫൈയുടെ സ്ഥാനത്ത് 5 + 2π ഇടുക. അത് തന്നെ ആയിരിക്കണം 5 ഇടുമ്പോഴും. അതാണല്ലോ ഇപ്പോൾ നമ്മൾ എഴുതിയത്. അപ്പം ജി 5 + 2π ഈക്വൽ ജി 5. പുട്ടിങ് ഇൻ ടു 5 ഇ റൈസ് ടു ഐ എം എൽ ഇൻറ്റു 5 + 2π ഈക്വൽസ് ഇ റൈസ് ടു ഐ എം എൽ 5. ഇത് നമുക്ക് പ്രോഡക്റ്റ് ആക്കി എഴുതാമല്ലോ. ദാറ്റ് ഈസ് ഇ റൈസ് ടു ഐ എം എൽ 5 ഇൻറ്റു ഇ റൈസ് ടു ഐ എം എൽ 2π ഈക്വൽസ് ഇ റൈസ് ടു ഐ എം എൽ 5. ഇ റൈസ് ടു ഐ എം എൽ 5 ക്യാൻസൽ ചെയ്യുമ്പോൾ ഇ റൈസ് ടു ഐ എം എൽ ഇൻറ്റു 2π മസ്റ്റ് ബി 1. എയിലേഴ്സ് ഫോർമുല അനുസരിച്ച് ദിസ് ഈസ് ഇ റൈസ് ടു ഐ തീറ്റ കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ ഓർ കോസ് 2π എം എൽ പ്ലസ് ഐ സൈൻ 2π എം എൽ മസ്റ്റ് ബി 1. ഇങ്ങനെ ഇതൊരു കോംപ്ലക്സ് നമ്പറാണ്. അപ്പോൾ ഇതിൻ്റെ റിയൽ പാർട്ടും അപ്പോൾ ഇമാജിനറി പാർട്ടും എടുത്ത് നമുക്ക് ഡിസ്കഷൻ നടത്താൻ ഞാൻ ഇതൊക്കെ പല പോസ്റ്റിങ്സിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ടേക്കിംഗ് ദി റിയൽ പാർട്ട് കോസ് 2π എം എൽ ഈക്വൽസ് 1. തീർച്ചയായിട്ടും ഈക്വേഷൻ സാറ്റിസ്ഫൈഡ് ആയിരിക്കണമെങ്കിൽ എം എൽ മസ്റ്റ് ബി 0
പ്ലസ് ഓർ മൈനസ് 1 പ്ലസ് ഓർ മൈനസ് 2 പ്ലസ് ഓർ മൈനസ് 3 എക്സെട്ര. ഇനി നമ്മൾ മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ എന്നൊക്കെ പറയുക. ദി ക്വാണ്ടം നമ്പർ ML ഇവിടെ ഇപ്പം നമ്മൾ പോസ്റ്റ്ലേറ്റ് ഒന്നും ഉപയോഗിക്കാതെ ഓട്ടോമാറ്റിക്കായിട്ട് ഷ്രോഡിംഗർ ഇക്വേഷനിൽ നിന്ന് നമുക്ക് ഒരു ഔട്ട്കമായിട്ട് പുറത്ത് ചാടിയതാണ് ഈ ML. അത് ആണ് ഇവിടെ ഷ്രോഡിംഗർ ഇക്വേഷൻ്റെ ഒരു സക്സസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ക്വാണ്ടം നമ്പർ ML as a risen as a natural consequence of Schrodinger equation instead of being introduced as an initial hypothesis. ബാക്കി നമ്മൾ അടുത്ത പോസ്റ്റിങ്ങിൽ കാണാം. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ഈ പോളിനോമിയൽ സ്പെഷ്യൽ ഫങ്ഷൻ്റെ ചില പോയിൻറ്റ്സ് അറിയാനുണ്ട്. അത് ചർച്ച ചെയ്യുകയും ഇത് അതിൻ്റെ കൂടെ ചർച്ച ചെയ്യും. താങ്ക് യു.